നമുക്ക് ലൈഫിൽ അടുത്ത 21 ദിവസത്തെ പറ്റി സംസാരിക്കാം. ഒരു 21 ഡേയ്സ് ചലഞ്ച്. 21 ഡേയ്സ് തുടർച്ചയായിട്ട് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാബിറ്റ് ആവുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതൊരു ഹാബിറ്റ് അല്ല, അതൊരു ഹാബിറ്റിൻ്റെ ബിഗിനിങ് മാത്രമാണ്. ഈ ഹാബിറ്റിൻ്റെ ആദ്യത്തെ 7 ദിവസങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നാളെ തുടങ്ങാൻ വേണ്ടി ഇന്ന് കിടക്കുകയാണ്. ഇപ്പോൾ നാളെ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് തോന്നും, ഇന്നിനി വേണ്ട, ഇന്നിപ്പോൾ എന്തിനാണ്, നാളെ തുടങ്ങാം, നാളെ കഴിഞ്ഞ് തുടങ്ങാം, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങാം. അങ്ങനെ ഒരു തോന്നൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്ത് പോകാൻ നേരത്ത് അവരെന്തെങ്കിലും ജങ്ക് ഫുഡോ ചായയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാനാകുമ്പോൾ ഇന്ന് ഒരു ദിവസത്തേക്കല്ലേ, ഒരു ദിവസം കഴിച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുകയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊരു തോന്നൽ. 8 ദിവസം തൊട്ട് 14 ദിവസം വരെ ബോഡി പതുക്കെ അഡ്ജസ്റ്റ് ആവാൻ തുടങ്ങും. കഷ്ടമാണെന്നറിയാം, എന്നാലും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മളെത്തും. 15 തൊട്ട് 21 ദിവസം വരെയാണ് ഹാബിറ്റ് ഷേപ്പായി തുടങ്ങുന്നത്. നമുക്കത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്തില്ലെങ്കിൽ, അന്നിപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്കതൊരു മിസ്സിങ് പോലെയൊക്കെ തോന്നിത്തുടങ്ങും. അത് ഈ സ്റ്റേജിലാണ് നടക്കുന്നത്. 21 ദിവസം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ മാത്രമാണ്. ഇതൊരു ഹാബിറ്റായിട്ട് മാറണമെങ്കിൽ, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറണമെങ്കിൽ നമുക്ക് മിനിമം ഒരു 19 ഡേയ്സ് എങ്കിലും നമ്മളിത് ഫോളോ ചെയ്തേ മതിയാകും. ഇനി ചോയ്സ് നിങ്ങളുടെ കയ്യിലാണ്. ഒന്നുകിൽ ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ പഴയ പോലെ തന്നെ എക്സ്ക്യൂസിൻ്റെ പുറകെ പോകാം. ഡിസിഷൻ നിങ്ങളുടെ കയ്യിലാണ്.